സുഹൃത്തുക്കളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങളെ ആരെയും ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ചരിത്രബോധമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ കടന്നു വന്നവരാണ് സഖാവ് VMS ഉൾപ്പെടെയുള്ളവർ. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓരോ കാര്യത്തിനകത്തും എൻ്റേതായ അഭിപ്രായങ്ങൾ ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്. പലരും പറയുന്നത് ഞാൻ കമ്മിയാണ്, ഞാൻ കൊങ്ങിയാണ്, ഞാൻ CPM വിമർശിച്ചാൽ എന്നെ കൊങ്ങിയാക്കും, കോൺഗ്രസിനെ വിമർശിച്ചാൽ എന്നെ സംഖ്യയാക്കും, BJP വിമർശിച്ചാൽ എന്നെ കമ്മിയാക്കും, ലീഗുകാർ പ്രത്യേകിച്ച് അങ്ങനെ പട്ടം ചാർത്തി തരാൻ വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ ജനിച്ചവരുടെ ഇടയിൽ വളർന്നു വന്ന ഒരാളായതുകൊണ്ട് അവരും എന്നെ സഖാവേന്നാണ് വിളിക്കാറുള്ളത്. CPMകാരും CPIക്കാരും എന്നെ സഖാവേന്നാണ് വിളിക്കാറുള്ളത്. BJPക്കാരും എന്നെ അവരുടേതായ ശൈലി തന്നെയാണ് വിളിക്കാറുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ യുവജന വിഭാഗമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ ആരൊക്കെ KP അനിൽകുമാർ പിന്നീട് CPMലേക്ക് പോയി. KP അനിൽകുമാർ പ്രസിഡന്റായിരുന്നു, T സിദ്ദിഖ് പ്രസിഡന്റായിരുന്നു, PC വിശ്വനാഥ് പ്രസിഡന്റായിരുന്നു. അങ്ങനെ എത്രയോ പേര് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾക്ക്, നെറികേടുകൾക്ക് കയ്യും കണക്കുമില്ല എന്നുള്ളത് അടിവരയിട്ട് വീണ്ടും ആവർത്തിക്കാൻ പറ്റുന്ന ഒരുപാട് തെളിവുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു, മാർച്ച് മാസം വരെ വെയിറ്റ് ചെയ്യണം. ഫൈനൽ വെടിക്കെട്ട് നമുക്ക് അപ്പോഴാണ് നടത്തേണ്ടത്. മാർച്ച് മാസം തുടക്കം തൊട്ട് തന്നെ നമുക്ക് സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങാം. ഒറിജിനൽ വെടിക്കെട്ട് പൂരം നടത്താൻ പോകുന്ന ഏപ്രിൽ ആദ്യം വരുത്തില്ല. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചിട്ട് അതിലേക്ക് നമുക്ക് വരാം. എന്തൊക്കെ തൊട്ടുണ്ടായാലും അതുവരെ എനിക്ക് ആയുസ് ഉണ്ടായാൽ ഞാൻ തന്നെ അവതരിപ്പിക്കും, എനിക്ക് ആയുസ് ഇല്ലെങ്കിൽ മറ്റാളുകൾ അത് അവതരിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു തെളിവും ഇല്ലാതാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, എന്നെ തീർക്കാൻ കഴിഞ്ഞാലും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, കാരണം ഞാനൊക്കെ SFIയിലൂടെയൊക്കെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. SFI ഇവിടെ KSUവിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും പ്രവർത്തിക്കുന്ന വനിതകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയാതെ അവരെ തന്നെ തൻ്റെ അനുചരന്മാർ അവരുടെ അടുത്ത് കോടിത്തരം കാണിക്കുമ്പോൾ അനുചരന്മാരെ സംരക്ഷിക്കുന്ന അത് കാരണം അത് വേറെ ഫേവറാണ്. ഷാഫി ഒരു പെണ്ണോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, അങ്ങനത്തെ താല്പര്യം മൂപ്പർക്കില്ല, അങ്ങനെ ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടില്ല. പിന്നീട് ആകെ പാലക്കാട് DCS സുരേഷ് ബാബു സഖാവാണെങ്കിൽ ആരോപണം ആ അർത്ഥം വരുന്ന രീതിയിലുള്ള ചില ധ്വനികൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ കാര്യം ആരോപിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വീക്ക്നെസ്സും കൂടി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഷാഫി രാഹുലും കൂടി ഇരുന്നിട്ടുള്ള പല നീക്കങ്ങളും കളികളും ഒക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. മിണ്ടാതിരിക്കുന്നു എന്നതിനർത്ഥം പൊട്ടനാണ് എന്നല്ല, മിണ്ടാൻ സമയമാവട്ടെ എന്ന് എഴുതിയിട്ടാ. പാമ്പിനെ നോവിച്ചു വിടരുതെന്നാണ് പറയാറുള്ളത്. പാമ്പിനെ അടിക്കുകയാണെങ്കിൽ അവനെ അടിച്ചു കൊല്ലണം. എന്നാലും നമ്മൾ ചില സ്പേസുകൾ ബാക്കി വെക്കുകയാണ്. മനുഷ്യനെ നന്നാവാൻ, റെക്ടിഫൈ ചെയ്യാൻ, തിരുത്താൻ, നവീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ, ഒരാത്മപരിശോധന നടത്താൻ അതിനൊക്കെ അവസരം നൽകണം എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും കൊലപാതക കുറ്റത്തിലെ പ്രതിക്ക് വരെ വധശിക്ഷ വിധിക്കുന്നതിന് പകരം ജീവപര്യന്തം കൊടുക്കുന്നതിനാ. 12 വർഷം കിടക്കുമ്പോൾ ഇവൻ ജയിലിൽ കിടക്കുമ്പോൾ അവന് മാനസാന്തരം ഉണ്ടായിട്ട് അവൻ നല്ല ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ വരട്ടെ എന്ന് എഴുതിയിട്ടാ. അതുകൊണ്ടാണ് ഇപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ സാധനം ഇങ്ങനെ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് കിടക്കുന്നത്. ഇവിടെ ചിലത് പറയാതിരിക്കാൻ പറ്റില്ല. ചിലരുടെയൊക്കെ രാഷ്ട്രീയ ചീട്ട് കീറേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് യൂത്ത് കോൺഗ്രസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരു വനിതയോട് മോശമായി പെരുമാറുകയും ആ മോശമായി പെരുമാറിയ ആൾക്ക് പ്രൊമോഷൻ കൊടുക്കുകയും, അതായത് നീ എനിക്ക് കിടന്നു തന്നാൽ നിനക്കൊക്കെ വളരാമെന്ന് പറയുകയും ആ പെൺകുട്ടിയോട് ലൈംഗികമായ താല്പര്യപൂർവ്വം ആ പെൺകുട്ടിയുടെ അടുത്ത് ശാരീരികമായി സമീപിക്കുകയും അവരുടെ അടുത്ത് ബാറ്റച്ച് നടത്തുകയും ഒക്കെ ചെയ്ത ആളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോയി നടക്കുക. എന്നിട്ട് അതിന് പരാതി പറയുമ്പോൾ അതിനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നുള്ള രീതിയിൽ പറയുന്ന ഒന്നിനും കൊള്ളാത്ത വൃത്തികെട്ടവനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ആ ചരിത്രത്തിലേക്കാണ് വരുന്നത്. വാണി പ്രയാഗ് എന്ന് പറയുന്ന പെൺകുട്ടി 12 വയസ്സേ ഉള്ളൂ, 32-33 വയസ്സേ ഉള്ളൂ. CPMന്റെ കോട്ടയായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം മണ്ഡലത്തിനകത്ത് അവിടെ കയ്പമംഗലം ഡിവിഷണൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പല വാർഡുകളിലും കോൺഗ്രസ് പരാജയപ്പെട്ട പല വാർഡുകളിലും ജില്ലാ പഞ്ചായത്തിലേക്ക് ലീഡ് നേടിയ പെൺകുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും കോൺഗ്രസ് പിന്നിൽ പോയ വാർഡുകളിൽ മുമ്പിലെത്തിയ അവരെക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചൊരു പെൺകുട്ടി വാണി പ്രയാഗിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. വാണി പ്രയാഗിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയൊരു കാര്യം അവരുടെ പ്രൊഫൈൽ ഫോട്ടോ ആണ്. അവരെ ഫോണിനകത്ത് കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോ നമ്മൾ നോക്കൂ. അവരിപ്പോൾ UAE-യിലാണ്.
ഒരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. അവരുടെ ഹസ്ബൻഡ് അവിടെയായിരുന്നു. ഹസ്ബൻഡ് അവിടെ ആകുമ്പോൾ തന്നെ അവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ളതാണ്. 6 മാസം പ്രായം ഉണ്ടാകുമ്പോൾ അന്ന് ഇവരെ ഒരു സഹോദരനും ഒരു സഹോദരിയുള്ളത്. ഇവർ 3 മക്കളാണ്. അച്ഛനെ ശരിക്കും കണ്ട ഓർമ്മയില്ല. 6 മാസം പ്രായമുള്ളപ്പോൾ അച്ഛൻ പിന്നെ തലതിരിഞ്ഞ് വേറെ പോയി. അമ്മയാണ് വളർത്തിയത്. അമ്മൂമ്മയും പിന്നെ അപ്പൂപ്പനും കൂടിയാണ് വളർത്തുന്നത്. അമ്മൂമ്മ ടീച്ചറായിരുന്നു. അമ്മ LIC ഏജന്റും അതേപോടൊപ്പം തന്നെ വേറെ പിന്നെ കല്യാണം കഴിക്കാൻ പോയില്ല. ചെറുപ്പത്തിൽ എങ്ങനെ ഉണ്ടായിട്ട് പോലും അവർ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. LIC ഏജൻസി അതിൻ്റെ കൂടെ അംഗനവാടി ടീച്ചറായിട്ടും ഒക്കെ പോയിട്ടാണ് അവർ കുടുംബം പുലർത്തിയത്. ഈ വാണിയും വാണിയുടെ സഹോദരി എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഇരട്ടകളാണ്. ആങ്ങളയ്ക്ക് മാത്രമാണ് അച്ഛനെ കണ്ട ചെറിയൊരു ഓർമ്മയുള്ളത്. ആങ്ങളയ്ക്ക് അന്ന് 5-6 വയസ്സ് വ്യത്യാസമുണ്ട് ഏട്ടന്. ഇതിൽ കൊടുത്തു നോക്കും. ഇതിൽ പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന പിന്നെ ഒരു പോരാളിയുടെ മനസ്സോട് കൂടി ഇട്ടിരിക്കുന്ന സാധനം ആധുനിക യുഗത്തിലെ കോൺഗ്രസിനകത്തെ ഒരു ഉണ്ണിയാർച്ചയായിട്ട് ഞാൻ കാണുകയാണ്. ആ കുട്ടിയെ ആദരിക്കുകയാണ് ഞാൻ. എന്നെക്കാൾ 10-12 വയസ്സിന് എളുപ്പമുണ്ട്. ഓക്കെ, വീണു പോകുന്നത് തെറ്റൊന്നുമല്ല, എന്നാൽ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ്. APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോട് കൂടി വെച്ചിട്ടാണ് അവർ പ്രൊഫൈൽ ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. വേറെ വിശദാംശങ്ങൾ തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് പറയാനുണ്ട്. ഇനി ഇവർ സമരരംഗത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇവർ വന്ന വഴികൾ, അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇവർ പിന്നെ 2020 അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കയ്പമംഗലം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. അതായത് പിന്നെ ഇപ്പം കയ്പമംഗലം ഡിവിഷനിൽ മത്സരിച്ചിട്ട് 12,000-ഓളം വോട്ടിനാണ് അവർ പരാജയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ സീറ്റ് ലീഗിൻ്റെ സീറ്റായിരുന്നു. ലീഗിൻ്റെ സീറ്റ് കോൺഗ്രസിന് ലീഗ് വിട്ടുകൊടുക്കുന്നത് വാണിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിബന്ധന വെച്ചുകൊണ്ടാണ്. അവിടെ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ CPI-ക്കും CPM-നും ഒക്കെ നല്ല ശക്തമായ സ്വാധീനമുള്ള മണ്ണിൽ അവർക്കെതിരെ നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് എന്ന രീതിയിൽ വാണിയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ധാരണയുടെ പുറത്താണ് ആ സീറ്റ് ലീഗ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ തന്നെ ശോഭാ സുബിൻ എന്ന് പറയുന്ന ഇപ്പോൾ DCCയുടെ ജനറൽ സെക്രട്ടറി എന്താണെന്ന് തോന്നുന്നു, പിന്നെ വാണിയോടൊപ്പം പിന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഷാഫി പറമ്പിൽ അധ്യക്ഷനായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുമ്പോൾ ആ കമ്മിറ്റിക്കകത്ത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി വാണിയുടെ കൂടെ ഉണ്ടായിരുന്ന ശോഭാ സുബിൻ നിയമസഭയിലേക്ക് കയ്പമംഗലം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ടിനേക്കാൾ ഏറെ വോട്ട് ആ ഡിവിഷനിൽ വാണി പ്രയാഗിന് കിട്ടി. അതായത് പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, പിന്നെ 2015 തെരഞ്ഞെടുപ്പിനേക്കാൾ ജില്ലാ പഞ്ചായത്തിലേക്ക് LDFന്റെ വോട്ട് ലീഡ് വല്ലാതെ കുറഞ്ഞു. ആ വോട്ട് ഇപ്പുറത്തേക്ക് പോയി. BJPയുടെ വോട്ടുകൾ ഇപ്പുറത്തേക്ക് പോയി. അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. LDFന്റെ കോട്ടയിലാണെന്ന് അറിയണം. അപ്പം മറ്റൊരു പോലെയുള്ളൊരു സ്ഥലമാണത്. അത്രയും വരില്ലെങ്കിലും അങ്ങനെ ഈ പെൺകുട്ടി പിന്നെ വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തിൽ അച്ഛനെ കണ്ട ഓർമ്മയില്ല. അമ്മ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതാ. വേറെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാതെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നതാ. അമ്മ പക്ഷേ ചെറുപ്പത്തിൽ ഇങ്ങനെ പിന്നെ വോട്ടേഴ്സ് സ്ലിപ്പൊക്കെ കൊടുക്കാനും അങ്ങനെ ഭവന സന്ദർശനത്തിലും ഒക്കെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് പോയിട്ടുണ്ടെന്നല്ലാതെ സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല. അതിനുള്ള നേരം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അതിന് പോകാൻ ഇഷ്ടമായിരുന്നു വാണിക്കുന്നുള്ളതാണ് വാണി പറഞ്ഞത്. അതിനൊക്കെ അമ്മയുടെ കൂടെ ഇങ്ങനെ പോവുകയായിരുന്നു ഇവർ. അതൊക്കെ കൊടുക്കാനും പിന്നെ ഇവർ യോഗത്തിനൊക്കെ പോകുമ്പോൾ പോയി കേട്ടിരിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. കുഞ്ഞുനാളിൽ അങ്ങനെ ഇഷ്ടമായിരുന്നു. പക്ഷേ വീട്ടിലെ സാഹചര്യം കൊണ്ട് അന്ന് അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊന്നും സജീവമായിരുന്നില്ല. വിവാഹശേഷമാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്, യൂത്ത് കോൺഗ്രസിലൂടെ സജീവമായിട്ട് കടന്നു വരുന്നതും. അതും കയ്പമംഗലം പോലെയുള്ള പ്രദേശത്ത്. കയ്പമംഗലത്ത് അവിടുത്തെ കുടിവെള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ള ജനകീയ വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിരന്തരമായിട്ട് ഇടപെടുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു സ്വീകാര്യത കിട്ടുന്നു. CPM-ൻ്റെ കോട്ടയായിട്ടുള്ള പ്രദേശമാണ് അവിടെ. ആ പ്രദേശത്താണ് ഈ കുട്ടി പിന്നെ ഇവിടെ പിന്നെ രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. കയ്പമംഗലത്ത് 2021 ശോഭാ സുബിൻ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ 12,000 വോട്ടിന് മാത്രം വാണി പ്രയാഗ് പരാജയപ്പെട്ടിടത്ത് 16,000 വോട്ടിനാണ് അവൻ പരാജയപ്പെടുന്നത്. അവനേക്കാൾ 4,000 വോട്ട് അവിടെ മുമ്പിട്ട് നിൽക്കാനും വാണിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ അസൂയ ഒന്നും കൂടെ കൂടി. അതിനു മുമ്പ് ഇവൻ സെക്ഷൽ ഫേവർ ചോദിച്ചു തന്നു, അതും നടന്നില്ല. അപ്പം പാരവച്ചു. ഈ കുട്ടിയെക്കുറിച്ച് അവളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. അതിന് കേസ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം കേസ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരാം നിങ്ങൾക്ക്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും, ക്ഷമിക്കുക പ്രേക്ഷകർ. കാരണം വളരെ ഗൗരവമായൊരു വിഷയം. അതിലെല്ലാ തെളിവുകളും വെച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം പിന്നെ ഈ കയ്പമംഗലം മണ്ഡലം എന്ന് പറയുമ്പോൾ കയ്പമംഗലം ഡിവിഷനുണ്ട്, ഏറിയാട് ഡിവിഷനുണ്ട്, തൃപ്രയാർ ഡിവിഷൻ്റെ ചില ഭാഗങ്ങളുണ്ട്. അവിടെ വലപ്പാട് പഞ്ചായത്തൊക്കെ പിന്നെ അവിടെ പെടുന്നതാണ്. വലപ്പാട് പഞ്ചായത്തിൻ്റെ പഴയ പ്രസിഡന്റ് മണികണ്ഠേട്ടൻ, നമ്മളെ കുഞ്ഞിനി മാസ്റ്റർ പിന്നെ പഞ്ചായത്താണ്, കവി, നുറുങ്ങ് കവിതകളുടെ കവി. കുഞ്ഞിനി മാസ്റ്ററായിട്ട് എനിക്ക് ഒരുമിച്ച് യാത്ര ചെയ്ത കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട് പഠിക്കുന്ന കാലത്ത്. അതിലേക്കും പോകുന്നില്ല. കുഞ്ഞിനി മാസ്റ്റർ കൂടെ ഉച്ചഭക്ഷണം കഴിച്ച് അത് പിന്നെ മഞ്ചേരിയിലെ CPI നേതാവായിരുന്ന പിന്നെ പഴയ നമ്മുടെ ആദ്യമായി വനിതാ കമ്മീഷൻ ഉണ്ടാക്കിയപ്പോൾ വനിതാ കമ്മീഷൻ്റെ ജസ്റ്റിസ് B ശ്രീദേവി അധ്യക്ഷയായ വനിതാ കമ്മീഷനിൽ അംഗമായിരുന്ന പ്രൊഫസർ P ഗൗരി, ഞങ്ങളുടെ കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചറാണ്, ഹെഡായിരുന്നു. ഗൗരി ടീച്ചറെ വീട്ടിൽ അവർ കോലോ കാണും, മഞ്ചേരി കോലോ. അവിടെ വെച്ചിട്ടാണ് കുഞ്ഞിനി മാസ്റ്ററിൽ ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നത്. കാരണം പ്യൂർ വെജിറ്റേറിയനാണ് അദ്ദേഹം. അതുകൊണ്ട് അന്ന് PT കുഞ്ഞുമുഹമ്മദ് ഉണ്ടായിരുന്നു പരിപാടിക്ക്. അന്ന് അദ്ദേഹം പിന്നെ ഗുരുവായൂർ MLA ആണ്. പോട്ടെ, ഇവിടെ പിന്നെ
2020 തന്നെ ഈ സീറ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നതിനെതിരെ ശോഭ ചില പണികളൊക്കെ എടുത്തു. ശോഭയെ ശരിക്കും രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ച് TN പ്രതാപനാണ്. ആ TN പ്രതാപന് തന്നെ പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കടിക്കുന്ന സ്വഭാവം ശോഭാ സുബിൻ കാണിച്ചു. ആ കാര്യത്തിൽ ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരു വൃത്തികെട്ട സ്വഭാവമാണ്, നന്ദികേടാണ് ശോഭാ സുബിൻ കാണിച്ചിട്ടുള്ളത്. ഷാഫി അറിയാലോ, ഷാഫിയെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന തങ്ങൾ DCC വൈസ് പ്രസിഡന്റ്, തങ്ങൾ അവസാന കാലത്ത് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ആശുപത്രിയിൽ എന്നെ കാണാൻ അനുവദിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവന് ആശുപത്രിയിൽ പെട്ട് നാണം കെട്ട് പോണ്ടി വന്നു. മയ്യത്ത് കാണാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു അവസാന ആഗ്രഹമായിട്ട്. മയ്യത്ത് കാണാൻ നാട്ടുകാർ മുഴുവൻ പോയപ്പോഴും ആ നാട്ടുകാരനായിട്ടുള്ള ഷാഫി പറമ്പലിന് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഊതി വീർപ്പിച്ച ബലൂണാണ്, കൃത്രിമമായ പ്രതിച്ഛായ സൃഷ്ടിക്കുകയാണ്. അടുത്തറിയുന്ന നാട്ടുകാരൊക്കെ അവനെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. നിങ്ങൾ പോയിട്ട് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാം അവൻ്റെ നാട്ടിൽ പോയിട്ട് രഹസ്യമായിട്ട്, കോലും കൊണ്ടേ അല്ലരുത്, പരസ്യമായിട്ട് പറയാൻ പേടിയായി. അവൻ വലിയ സ്ഥാനത്തേക്കല്ലേ. അതുകൊണ്ട് എനിക്കാ പേടിയില്ല, എനിക്ക് ഒരുത്തനെയും പേടിയില്ല, ഒരു പുല്ലിനെയും പേടിയില്ല. എന്നിട്ടും 2021 ഈ കുട്ടിക്കെതിരെ ഇത്രയും പാര പണിതിട്ട് പോലും അന്ന് 2021 ശോഭാ സുബിൻ കയ്പമംഗലത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുമ്പം, മറ്റേ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് വരാം, മത്സരിക്കുമ്പം ഈ വാണി പരിപൂർണമായും അവന് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. കവല പ്രസംഗങ്ങളിൽ, മറ്റ് പ്രാദേശിക യോഗങ്ങളിൽ എല്ലാം കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല KPCCയിൽ നിന്ന് വന്നിട്ടുള്ള ചുമതലക്കാരെ കൊണ്ടുകാണുന്നതും ഈ കുട്ടിയാണ്. തന്നെ അത്രയും ദ്രോഹിച്ച, തനിക്കെതിരെ മോശപ്പെട്ട ലൈംഗികമായി തന്നെ സമീപിച്ച ശോഭാ സുബിനോടൊപ്പം ആൾക്കൂട്ടത്തിനിടയിലും വേദിയിലും അല്ലാതെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ പിന്നീട് പെൺകുട്ടി സ്പേസ് കൊടുത്തിട്ടില്ല. അതാണ്. എന്നിട്ടും പ്രചാരണത്തിൻ്റെ ഭാഗമായി, ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായി UDYF-ന്റെ ഐക്യജനാധിപത്യ മുന്നണിയിലെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ യോഗം നടക്കുമ്പോൾ യോഗത്തിൽ വെച്ച് സ്വന്തം കയ്യിലെ കൈച്ചെയിൻ ഊരിക്കൊണ്ട് ആദ്യം സംഭാവന ചെയ്യുന്നത് വാണിയാണ് ശോഭയ്ക്ക്. ഇതിനെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ സൈബർ പരാളിയായിട്ടുള്ള യാസ്രയുടെ പാളി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ. അത് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നുണ്ട്. വൈറ്റ് സ്വാൻ ചാനലിനടുത്ത് എടുത്ത് നോക്കിയാൽ അറിയാം. ശോഭാ സുബിൻ യാസറിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ യാസർ പറഞ്ഞു 24 മണിക്കൂറിനകം പിൻവലിച്ചിട്ടില്ലെങ്കിൽ നീ എന്താണെന്നുള്ളത് ഞാൻ വിളിച്ചു പറയുന്നു പറഞ്ഞു. 24 മണിക്കൂറിനകം ശോഭാ സുബിൻ ഇത് ഉരിപ്പോയി. ശോഭാ സുബിൻ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെയാണ്, പാവപ്പെട്ടവനാണ്, ദരിദ്രനാണെന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യം വിറ്റ് വോട്ട് ചോദിക്കാൻ നോക്കിയവനാ. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഉള്ള കാറും വീടും സൗകര്യങ്ങളും ബാക്കിയുള്ള അവൻ്റെ അസറ്റും ആലോചിക്കണം. എങ്ങനെ ഉണ്ടായത്? മണപ്പുറം ഫിനാൻസുമായിട്ട് ഇവനുള്ള ബന്ധം വിശുദ്ധമാണോ അവിശുദ്ധമാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആലോചിച്ച് നോക്കണം. അതിൻ്റെ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. അവൻ അതിൻ്റെ PRO ആയിട്ട് ഔദ്യോഗികമായിട്ടാണോ അനൗദ്യോഗികമായിട്ടാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്. ബാക്കിയൊന്നും അവന് കൊടുക്കുന്ന അവൻ്റെ അവന് വേണ്ട സാമ്പത്തിക ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന CP സാലിഹ് മഹാകോടിപതിയാണ്, കോടീശ്വരനാണ്. CP സാലിഹ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സമയത്ത് അവിടെ സീറ്റ് കിട്ടാനൊക്കെയുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് നടന്നില്ല. എന്തായിരുന്നാലും RSPക്ക് കൈപ്പമംഗലം സീറ്റ് കിട്ടാനുള്ള ശ്രമമൊക്കെ അതിനിടയ്ക്കൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്താണ് NK പ്രേമചന്ദ്രൻ്റെ അടുത്ത് ഈ ശോഭാ സുബിനൊക്കെ അവിടെ പോയി 2 ദിവസം അവിടെ പോയി കൈയും കാലും പിടിച്ചിട്ടാണ് അന്ന് ഈ സംഭവം കൊണ്ടുവരുന്നത്. ഇവൻ ഈ സീറ്റ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് കളിച്ച് എനിക്ക് 5 ഗ്രൂപ്പിനകത്ത് കൂടെ നിന്ന ആൾക്കാരുടെ പണി കൊടുക്കുക. പ്രതാപൻ്റെ മകളുടെ വിഷയം പോലും ഇത്രയും പുറം ലോകത്തേക്ക് എത്തിച്ചതിന് പിന്നിൽ മാങ്കൂട്ടം വിഷയം, അതിൻ്റെ പിന്നിലും ശോഭയാണ് കളിച്ചത്. അതെനിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളവരാ. ഇല്ലെങ്കിൽ ഇവർ കേസ് കൊടുക്കട്ടെ. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെയാണ്, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇവർ കേസ് കൊടുക്കട്ടെ. ഞാൻ നിയമപരമായി നേരിടാൻ തയ്യാറാണ്. എനിക്കതിനുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിന്നിട്ടുള്ളത്. വെറുതെ വായ്ത്താലും പറയണതല്ല. ഇവരുടെയൊക്കെ ശക്തി എന്താണെന്നും ഇവർക്കൊക്കെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ നാളെ കൊല ചെയ്യപ്പെട്ടാൽ പോലും എനിക്ക് സങ്കടമില്ലാന്നേ. എന്തായാലും പപ്പയും മമ്മിയും നേരത്തെ മരിച്ചു വേണ്ട, അവരെ നോക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. സഹോദരിമാർ അവരവരുടെ ജീവിതമായിട്ട് പോകുന്നുണ്ട്. അവരുമായി പോലും കൃത്യമായിട്ട് ഡിസ്റ്റൻസിങ് ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക, അറ്റാച്ച്മെൻറ്റ് പരമാവധി കുറച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. എനിക്ക് സംഭവിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വേദനയുടെ ആഴം കുറയണം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് അടുപ്പുള്ള ആളുകളിൽ നിന്ന് പരമാവധി അകന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാം എൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതെൻ്റെ വിഷയമല്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്തെ സ്റ്റാമ്പ് ചെയ്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് തന്നെ പോകാനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ പെൺകുട്ടി കല്യാണത്തിന് ശേഷമാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു, യൂത്ത് കോൺഗ്രസ്സിൽ വന്നതെന്ന് പറഞ്ഞു. കോൺഗ്രസ് ഇല്ലാത്തൊരു നാട്ടിൽ, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പേരും ഇല്ലാത്തൊരു നാട്ടിലാണ് ഈ പെൺകുട്ടി കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിട്ട് കടന്നു വരുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കണം. അവിടെ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല, അതിന് സംവിധാനം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അപ്പോഴാണ് മറ്റവൻ മീൻ പിടിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യം വിറ്റ് പാവം ആ അടൂര് മത്സരിച്ച് തോറ്റ MG കണ്ണൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അടുത്തിടെ മരിച്ച് 42 വയസ്സിൽ കഴിഞ്ഞ തവണ അവിടെ ചിറ്റയം ഗോപകുമാറിനോട് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചു തോറ്റ പാവപ്പെട്ട MG കണ്ണൻ മകന് സുഖമില്ലാതെ കുഞ്ഞിനെയും കൊണ്ട് എടുത്തുകൊണ്ട് നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ മനസ്സിലുണ്ട്. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പം വൈകാരികമായി നടത്തിയൊരു പ്രസംഗമുണ്ട്, നിങ്ങൾ കണ്ണൻ്റെ കുടുംബത്തിനെ ഏറ്റെടുക്കണം എന്നുള്ളത്. സാധാരണ CPM BJP ഒക്കെ ചെയ്യാറുണ്ട്, കോൺഗ്രസ് വളരെ അപൂർവമായിട്ടാണ്, പക്ഷെ വളരെ വൈകാരികമായിട്ടാണ് കെ സുധാകരൻ അത് പ്രസംഗിച്ചത്, ആ വിഷയം കൊണ്ടുവന്നത്. ഇവന് ഈ പെൺകുട്ടി ഇങ്ങനെ വരുന്ന രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഈ പെൺകുട്ടിക്കെതിരെ മോർഫ് ചെയ്തൊരു വീഡിയോ പ്രചരിപ്പിക്കുകയാണ്. അത് ആദ്യം പാർട്ടിക്കകത്ത് പരാതി കൊടുക്കുന്നു, ഷാഫിയിലെടുത്തി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, റിട്ടേൺ കംപ്ലൈൻറ്റ് പരാതി എഴുതി കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ, 2022 മോർഫ് ചെയ്തിട്ട്, അതായത് ഇവള് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വാണി അവന് പിടിച്ചതിനേക്കാളും 4000 വോട്ട് കൂടുതൽ പിടിച്ചതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ ശോഭയ്ക്ക് പകരം വാണി പ്രയാഗ് അവിടെ നിയമസഭയിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന ഭയം കാരണം തനിക്ക് മുമ്പിൽ തടസ്സമാണ്. മറ്റൊന്ന് അവൻ്റെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ ഡയറക്റ്റ് അപ്രോച്ചാണ്, ഫിസിക്കലി അറ്റാക്ക് ചെയ്തേ മതിലകത്ത് കോൺഗ്രസിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് DCC ഓഫീസിൽ വെച്ചിട്ട് വീണ്ടും ശ്രമം നടത്തുക. അതും പരാതിയായിട്ട് കൊടുത്തിട്ടുള്ളതാ. ആലോചിച്ച് നോക്കണം ഇവൻ്റെ അപ്രോച്ച് എന്താണെന്നുള്ളത്. ഇവന് ഈ വീഡിയോ മോർഫ് ചെയ്തതിനെതിരായിട്ടാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഷാഫിയുടെ അടുത്ത് പരാതി തന്നിട്ടുള്ളതാ. ഷാഫിയുടെ അടുത്ത് നോ റെസ്പോൺസാ. ഷാഫി ഈ മോർഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അത് ഒന്ന് വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. ഭാവി മുഖ്യമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുകയായിരുന്നു ഇവിടെ PR വർക്ക് നടത്തിയിട്ട്, ഭാവി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ മകനെതിരെ പാര വെക്കുന്നവനാണ് ഷാഫി പറമ്പിൽ എന്ന യാഥാർത്ഥ്യം എത്ര കോൺഗ്രസ്സുകാർക്ക് അറിയുന്നുള്ളത് എനിക്കറിയില്ല. ശബരിനാഥിന് പാര വെക്കുന്നു, ജയസഖലിന് പാര വെക്കുന്നു, BRM ഷഫീറിന് പാര വെക്കുന്നു, T സിദ്ദിഖിന് പാര വെക്കുന്നു. സരിൻ പോകാൻ കാരണം ഇവനാണ്. യൂത്ത് കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് യദു, അത് വേറെ കഥയായിട്ട് ഞാൻ പറയാം, പാർട്ടി വിട്ടു പോകാൻ കാരണം ഇവനാണ്. ഷാനിബ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സജീവമായ പാലക്കാട് ജില്ലയിലെ പ്രവർത്തകൻ പാർട്ടി വിട്ടു പോകാൻ കാരണം ഇവനാണ്. ഇങ്ങനെയുള്ള നാടുകൾ കൊണ്ടു നടക്കുക. എന്നിട്ട് ഇവരെ ഫാൻസ് എന്ന് പറഞ്ഞാൽ കുറെ വിവരം കിട്ടുന്നവന്മാർ, ഏത് പാർട്ടിയും ആവട്ടെ ആ പാർട്ടിയോട് കൂറുണ്ടാവണം. ഞാൻ CPM-നകത്ത് നിന്ന കാലത്തോളം അതിനകത്ത് കൂറ് കാണിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പുറത്ത് പാർട്ടിയെ വിമർശിച്ചിട്ടില്ല, അകത്ത് നിന്നേ വിമർശിച്ചിട്ടുള്ളൂ. പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോന്നു കഴിയുമ്പോൾ എനിക്ക് അവിടെ നിന്നൊരു വിമർശിക്കാം. അതിലുണ്ടാകുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്. കൂടെ നിൽക്കുന്നവർക്ക് പാരവക്കലല്ല പണി ചെയ്യേണ്ടത്. അതിൽ നിന്ന കാലത്ത് കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ചിലരൊക്കെ ചില വേണ്ടാത്ത വഴിക്ക് പോവുകയും ചില അടിമതികൾ നടത്തുകയും ചെയ്തപ്പോൾ അതും തുറന്നു കൊടുത്തിട്ടുണ്ട് പാർട്ടിക്കകത്ത്. അതിൻ്റെയൊക്കെ പേരിലാണ് അവസാനം പാർട്ടിയിൽ നിന്ന് വിട്ടുവന്നത്. പക്ഷേ ഇപ്പോഴും നല്ല സഖാക്കളുമായി നല്ല ബന്ധമുണ്ട്. ഇടക്കാലത്ത് ബന്ധം വിച്ഛേദിച്ചവരുമായിട്ട് ബന്ധമുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട് ബന്ധം, അത് സൂക്ഷിക്കണ്ടേ ഇവൻ. അത് അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ മെയിൽ വഴി പരാതി കൊടുത്തിട്ടുണ്ട്. മെയിലിലെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. മെയിലിന് അത് കൊടുത്തിട്ടുള്ളത് ഈ പെൺകുട്ടി എഴുതിയിട്ടുള്ള കവിത ഉണ്ട് കേട്ടോ. കവിത നിങ്ങൾ വായിക്കണം. ആദ്യം വാണിയെക്കുറിച്ച് വാണി ഒരു സമരമുഖത്ത് വാണി നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സമരമുഖത്ത് പോലീസിന്റെ ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിൽക്കുക ഒരു പെൺകുട്ടി സമരമുഖത്ത്. കണ്ടോ? മലയാള മനോരമയിൽ വന്നതാ. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പ തട്ടിപ്പിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുന്ന സംസ്ഥാന സെക്രട്ടറി വാണി പ്രയാഗ്. മനോരമയുടെ തന്നെ സ്വന്തം ചിത്ര, കോട്ടസിൽ നിന്ന് വെച്ചിട്ടല്ല. എത്ര പേരുണ്ടാവും അങ്ങനെ? അതേപോലെ തന്നെ ഇന്റർനാഷണൽ വുമൻസ് ഡേയിൽ വന്നിട്ടുള്ള ഒരു സപ്ലിമെന്റിനകത്തെ കവർ ചിത്രം വാണി പ്രയാഗ. വനിതാ സ്പെഷ്യലായിട്ട് എടുത്തിയ വുമൻസ് ഡേയുടെ സ്പെഷ്യൽ ആ സപ്ലിമെന്റിനകത്ത് വാണി പ്രയാഗാണ്. സമരമുഖത്ത് നിൽക്കുന്ന വാണി പ്രയാഗിന്റെ ചിത്രമാണ് അതിന്റെ കവർ ഫോട്ടോ. സമരം ചെയ്യുന്ന പെണ്ണുങ്ങൾ: ലയ രാജേഷ്, വാണി പ്രയാഗ്, ബിസ്മി ബഷീർ, കുസുമം ജോസഫ്. പിന്നെ ബാക്കിയുള്ള അതിനകത്തുള്ള എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വുമൺ ഓഫ് ദി ഇയർ 2021 മൃദുലാദേവി ശശിധരൻ, ജ്യോതി രാധിക വിജയകുമാറിൻ്റെ കവിതകൾ, പെൺകവിയരങ്ങ്, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട്. രേഷ്മ ജോയിയുടെ കഥ, ഒരു കർഷകയെക്കുറിച്ച് സ്ത്രീധനം കൊടുക്കലും വാങ്ങലും, ഒരു കർഷകയുടെ കുറിപ്പുകളുമായി സോയാ KM എന്നൊക്കെ പറഞ്ഞിട്ട് വനിതാ ദിനത്തിൽ വനിതകൾക്ക് മാത്രമായിട്ടുള്ളൊരു ഇറക്കിയതാണ്.
ഇതൊരു സമരം അത്യാവശ്യമുള്ള വേറെ വീഡിയോ ഉണ്ട്, പക്ഷെ അത് ലെങ്ത് ചെയ്തുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. പോലീസിന്റെ ഇടയിലേക്ക് പിന്നെ എത്തിച്ചെല്ലുമ്പോഴൊരവസ്ഥ. സമരമുഖത്ത് തീജാലിട്ട് DYFിലൊക്കെ അങ്ങനെ ഉണ്ട്. പോലീസ് എല്ലാം ചർച്ചകളല്ല, എന്നാലും ചില ചർച്ചകളുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പോലീസ് എല്ലാം അങ്ങനെയല്ല എന്നുള്ളത് ഞങ്ങൾ SFI കാലഘട്ടത്തിൽ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം. അതെല്ലാ പാർട്ടിക്കാരും വിളിക്കുന്ന മുദ്രാവാക്യമാണ്. എല്ലാ പോലീസുകാരെയും അടച്ചാക്ഷേപിച്ച് പറയാറില്ല. ഇതിന്റെ പിന്നെ ഈ പെൺകുട്ടി എഴുതിയിട്ടുള്ള കവിതയുണ്ട്. ആ കവിത വിൽപ്പന എന്നാണ് ആ കവിതയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. വിൽപ്പന. ആ കവിതയെ വായിച്ചേൽപ്പിക്കാം. വിൽപ്പന. നിഴൽ അപ്രത്യക്ഷമാകുന്നു, നിർജ്ജലീകരിച്ച അസ്തിത്വം ഞാനാകുന്നു. വിൽപ്പന അതൊരു സത്യമാണ്. പെണ്ണുടലിൻ്റെ വടിവുകൾ ഉടയാത്ത പകൽ ചിന്തകൾ ഇവിടെ സജീവം. അതിന് നല്ല അർത്ഥമുണ്ട്. പെണ്ണുടലിൻ്റെ വടിവുകൾ ഉടയാത്ത പകൽ ചിന്തകൾ ഇവിടെ സജീവം. വെളുത്ത വസ്ത്രം ധരിച്ചവർക്ക് പ്രവേശനം സൗജന്യം. ഖദറിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, രാഷ്ട്രീയക്കാരെ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന ശവന്തീനികളാണവർ. എല്ലാവരും അല്ല കേട്ടോ പറഞ്ഞേക്കുന്നത്. മനസ്സും മനുഷ്യത്വവും അടിച്ചുവെച്ച് പാവിട്ട് കരയുന്ന ഗദർധാരികൾ. എൻ്റെ യൗവനം ഇവിടെ ഒടുങ്ങുന്നു. രാഷ്ട്രീയത്തിൽ അത്രയും വന്നിട്ട്, ചെറിയ പ്രായത്തിൽ വന്നിട്ട് എല്ലാം ഉപേക്ഷിച്ച അവസാനം ഇവിടുന്ന് ഗൾഫിലേക്ക് പോവുക. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ടെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. നോട്ടത്തിൻ്റെ തേറ്റകൾ കൊണ്ട് കീറിപ്പോയ മാറിടം അറുത്തു മാറ്റുന്നു. അറിയാലോ, മാറിടം അറുത്തു മാറ്റിയ ശൂർപ്പണഖയുടെ കഥയിലാണെന്ന് തോന്നുന്നു. അപ്പം പിന്നെ ആരും പിന്നെ എന്താ പറയുക, ആ കുട്ടി കീഴടങ്ങിയില്ല എന്നുള്ളതാണ്. പെണ്ണ് ഉടനല്ലാത്തിടത്ത് ചന്തക്കച്ചവടത്തിൻ്റെ നോട്ടക്കാരായി വരിപ്പണം വാങ്ങാൻ നിങ്ങൾ വരണം. അർത്ഥവത്തായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ പിന്നെ ആ പോലീസിൻ്റെ അന്നിട്ട് FIRന്റെ കോപ്പി അത് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. മതിലകം പോലീസ് സ്റ്റേഷനിലെ 2022 ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ് എടുക്കുന്നത്. മതിലകം പോലീസ് സ്റ്റേഷനിൽ പിന്നെ FIRന്റെ കോപ്പിയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ വകുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് IPC 1860, അതിൻ്റെ സെക്ഷൻസ് പിന്നെ 354C, പിന്നെ രണ്ടാമത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, അതിലെ 66E-യും 67-ഉം. ഓക്കെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. FIRലെ പിന്നെ ബാക്കി സൂചിപ്പിച്ചിട്ടുള്ള അതിൽ പിന്നെ പ്രതിസ്ഥാനത്തുള്ളത് 1 സുമേഷ് പനറ്റിൽ, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ്. 2 അഫ്സൽ, കയ്പമംഗലം നിയോജക മണ്ഡലം മെമ്പർ യൂത്ത് കോൺഗ്രസിൻ്റെ. 3 ശോഭാ സുബിൻ, DCC ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ സംസ്ഥാന സെക്രട്ടറി. ഷാഫി പറമ്പലിൻ്റെ വിശ്വസ്തൻ ശോഭാ സുബിൻ, യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി കേരള. ഓക്കെ, FIRന്റെ ഉള്ളടക്കം 1 മുതൽ 3 കൂടിയ പ്രതികൾ ആവലാതിക്കാരിക്ക് മാനഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെ ആവലാതിക്കാരിയുടെ പേരും പദവിയും ഉപയോഗിച്ചുകൊണ്ട് ആവലാതിക്കാരിയുടെ മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ ടെലിഗ്രാം, വാട്സപ്പ് മുതലായ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പ്രഥമ വിവരം: ശ്രീനാരായണപുരം വില്ലേജ് SN പുരം. ഒക്കെ അത് പോട്ടെ, അവർ അഡ്രസ്സും പറയുന്നില്ല. 12/2/2022 22-ാം തീയതി പിന്നെ 8 മണിക്ക്, രാത്രി 8 മണിക്ക് 20 എന്ന് പറയുമ്പോൾ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പറഞ്ഞ മൊഴി സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നിർദ്ദേശാനുസരണം സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇന്ന ആൾ രേഖപ്പെടുത്തി. ഓക്കെ, പിന്നെ അതിൻ്റെ അത് നേരത്തെ പറഞ്ഞ ആ വകുപ്പുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി പരാതിയുടെ കോപ്പി, മൊഴിയുടെ കോപ്പി. ഞാനിപ്പോൾ സ്റ്റേഷനിൽ ഹാജരായത് എൻ്റെ പേരും പദവിയും ഉപയോഗിച്ചുകൊണ്ടുള്ള മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ടെലിഗ്രാം, വാട്സപ്പ് വഴി വ്യാപകമായി യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാമ്പാട്ടിൽ ടിയാൻ്റെ മൊബൈൽ ഫോൺ നമ്പറായ, എടുത്തു നോക്കണേ, നമ്പറൊന്ന് നോട്ട് ചെയ്തോണം, 83019118002. ഒന്നുകൂടി പറയാം, 83019118002. സുമേഷ് പാനാട്ടിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാ. പറ്റുന്നവരൊക്കെ ഒന്ന് വിളിച്ചൊരു ആശംസയൊക്കെ അറിയിച്ചേക്ക്. അതേപോലെ അവൻ്റെ രണ്ടാമത്തെ നമ്പർ 914273
0878 എന്ന നമ്പറുകളിൽ നിന്നും കയ്പമംഗലം നിയോജക മണ്ഡലം ഭാരവാഹിയായ അഫ്സൽ ടിയാൻ്റെ ഫോൺ നമ്പറായ 9947425048. ഒരിക്കൽ കൂടി പറയാം, കാരണം നിങ്ങൾക്ക് ആശംസ അറിയിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. 9947425048 എന്ന നമ്പറിൽ നിന്നും എൻ്റെ മോർഫ് ചെയ്ത വീഡിയോ അയച്ചതായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭ സുബിൻ അയാളുടെ ഫോണിലുള്ള എൻ്റെ മോർഫ് ചെയ്ത വീഡിയോ പലർക്കും കാണിച്ചു കൊടുത്ത കാര്യം പറയാനാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാനും ഭർത്താവിൻ്റെ അമ്മയും മകനും ഒന്നിച്ച് സ്ഥലത്ത് വീട്ടിലാണ് താമസിക്കുന്നത്. അതൊക്കെ പോട്ടെ. ചാലക്കുടിയിലുള്ള എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ച്, ഹിത എന്ന എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ച് എൻ്റെ മോർഫ് ചെയ്ത വീഡിയോ മലാഹബ് അങ്ങനെ എന്തോ സൈറ്റിൽ കൂടി എൻ്റെ പേരും പദവിയും വെച്ച് അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതായി ഹിതയുടെ ഭർത്താവ് ഗൾഫിൽ നിന്നും ഹിതയെ വിളിച്ച് പറഞ്ഞുവെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ആ സൈറ്റിൽ കയറി നോക്കിയതിൽ എൻ്റെ മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലായി. ആ വീഡിയോയിൽ, കാരണം മുഖം മാറ്റിയാൽ മതിയല്ലോ, ആ വീഡിയോയിൽ, കാരണം ഇവൾക്ക് 100% ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ കേസുമായിട്ട് പോകണത്. യാഥാർത്ഥ്യത്തിലുള്ളതാണെങ്കിൽ അതിൻ്റെ പുറകെ ആരും സൈക്കിൾ എടുത്ത് കൂടില്ല, സത്യമാണെങ്കിൽ. പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന ഉറച്ച ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നിയമപരമായ നടപടിക്ക് പോവുകയും അതിന് ഫോളോ അപ്പ് നടത്തുകയും 3 വർഷങ്ങൾക്കിപ്പുറവും ഇപ്പോഴും 3.5 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും അതിൻ്റെ പുറകെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള വാശിയില്ല. യഥാർത്ഥ കുറ്റവാളികളെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതും, സമൂഹത്തിന് മുമ്പിൽ, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതും. ഇല്ലെങ്കിലും എല്ലാം ഉണ്ടാതിരിക്കുകയുള്ളൂ. ഇപ്പം മാങ്കൂട്ടത്തിൽ അയാളുടെ വോയിസ് അയാളാണെന്ന് നിഷേധിക്കുന്നില്ല. ആ വോയിസ് എയർ ചെയ്ത റിപ്പോർട്ടർ ചാനലിനെതിരെ കേസ് കൊടുക്കുന്നില്ല. ഇവർ സുരേഷ് ബാബുവിനെതിരെ കേസ് കൊടുക്കുന്നില്ല. പച്ചയ്ക്ക് ഇവരെ വലിച്ചു കീറുന്നവർക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നില്ല. അതാലോചിച്ച് നോക്കൂ. പക്ഷെ ഈ കുട്ടി കേസുമായിട്ട് പോയി. ആ വീഡിയോയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി വാണി പ്രയാഗ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ സൈബറിലേക്ക് വിളിച്ചു പറഞ്ഞു. സൈബറിൽ നിന്ന് അവർ അത് റിമൂവ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തു കൊള്ളാമെന്ന് പറഞ്ഞു. 2022 ഫെബ്രുവരി മാസം 11-ാം തീയതി എന്നെ പല സുഹൃത്തുക്കളും വിളിച്ച് എൻ്റെ ഒരു വീഡിയോ സ്പ്രെഡ് ആകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും സൈബറിലേക്ക് വിളിച്ചു പറഞ്ഞു. അവർ അത് റിമൂവ് ചെയ്തുവെന്ന് അറിയിച്ചു. അപ്പോഴേക്കും ഈ വീഡിയോ എല്ലാവരുടെയും കയ്യിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എത്തിയതായി ഞാൻ അറിഞ്ഞു. ഈ വീഡിയോ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റായ സുമാഷ് പനാട്ടിലിൻ്റെ ഫോൺ നമ്പറായ 8301918002, അതേപോലെ 9142734878. നിങ്ങൾ വേണമെങ്കിൽ ആ നമ്പർ എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ബാക്കടിച്ച് വീണ്ടും ഇങ്ങോട്ട് അടിച്ചാൽ മതി. എന്ന മൊബൈലിൽ നിന്നും കയ്പമംഗലം നിയോജക മണ്ഡലം ഭാരവാഹി അഫ്സലിൻ്റെ ഫോൺ നമ്പറായ 9947425048 എന്ന മൊബൈൽ ഫോണിൽ നിന്നും ടെലിഗ്രാം, വാട്സപ്പ് വഴി പ്രചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭ സുബിൻ അയാളുടെ മൊബൈൽ ഫോൺ 796696 തെറ്റി കേട്ടോ, 9447 966 969 9447 966 969 എന്ന നമ്പറിലുള്ള ഫോണിൽ നിന്നും ജിനീഷ് എന്ന സുഹൃത്തിന് കാണിച്ചു കൊടുത്തതായി അറിഞ്ഞു. ശോഭ സുബിൻ എന്നെക്കുറിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതായി പലരും എന്നോട് പറയുന്നുണ്ട്. അഫ്സൽ ഇന്നും അഫ്സലിൻ്റെ ഫോണിലുള്ള എൻ്റെ മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ പലർക്കും അയച്ചു കൊടുക്കുന്നതായും കാണിച്ചു കൊടുക്കുന്നതായും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ എനിക്ക് മാനഹാനി ഉണ്ടായിട്ടുണ്ട്. പൊതുസമൂഹത്തിലും കുടുംബജീവിതത്തിലും ഇതിൻ്റെ പേരിൽ എനിക്ക് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ PG MA മലയാളം വരെ, കാരണം ഒരു ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ടതാണ്. അതേ മാത്രമല്ല, ഇപ്പോൾ അച്ഛനില്ലെങ്കിലും അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത ഒരു പെൺകുട്ടിയാണ്. MA മലയാളം കഴിഞ്ഞാണ്. വേണ്ട മേൽ നടപടികൾ മൊഴി വായിച്ച് നോക്കി ബോധ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അത് മാത്രമല്ല, അതാണ് അതിൻ്റെ കോപ്പി. ഓക്കെ, ഇനി അതിനകത്ത് ഉള്ളത് ഈ കുട്ടിക്ക് പിന്നീടും നീതി കിട്ടുന്നില്ല. തുടർച്ചയായ നീതി കിട്ടാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ കുട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഈ പരാതിക്കാരി ഈ പരാതി പലർക്കായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പലിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒന്ന് ഈ കുട്ടിക്ക് മതിലകത്തെ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് മോശപ്പെട്ട അനുഭവം ശോഭാ സുബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ശോഭാ സുബിൻ ആ പെൺകുട്ടിയെ ലൈംഗികമായ താല്പര്യപൂർവ്വം സ്പർശിക്കുന്നു. അത് അവൾക്ക് ഭയങ്കര ഷോക്കായിപ്പോയി, ഡിപ്രസ്ഡ് ആയിപ്പോയി. അവൾ പറഞ്ഞു, അച്ഛനില്ലാതെ വളർന്നിട്ട് പോലും എൻ്റെ പ്രായത്തിൽ പഠിക്കുന്ന കാലത്തോ എവിടെയും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല.
ശാരീരികമായിട്ടുള്ള അറ്റാക്കിംഗ് ഉണ്ടാവുന്നത് ലൈംഗിക താല്പര്യത്തോട് കൂടിയിട്ട് കയറി പിടിക്കുക ചെയ്തത്. അത് കയറി പിടിച്ച വിവരം അറിയിച്ചപ്പോൾ പോലും, ആ വിവരം വാക്കാൽ അറിയിച്ചപ്പോൾ പോലും ഷാഫി പറമ്പിൽ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അതിനെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച്, ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് ഈ കുട്ടി ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നുള്ള വണങ്ങി കൊടുക്കുന്ന ഇരുന്നത്, ഇങ്ങനെയൊക്കെ നിന്നാൽ ഇതിൽ നിൽക്കാൻ പറ്റുമെന്നുള്ള സ്ഥിതിയാണ് കൊടുക്കുന്നത്, മെസ്സേജാണ് കൊടുക്കണേ. ആലോചിച്ച് നോക്കുക നിങ്ങൾ. എങ്ങനെയാണ് പിന്നെ യൂത്ത് കോൺഗ്രസിലും കേസിലും പെൺകുട്ടികൾ പ്രവർത്തിക്കാൻ പോവുക? വേറെ ഒരു കേസ് ഉണ്ട് എൻ്റെ അടുത്ത്, അത് ഞാൻ അടുത്ത ദിവസം പറയാം. അത് കേസിലുള്ള ചെറിയ പെൺകൊച്ച്. അപ്പൊ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോവുക? അതിന് വണങ്ങി കൊടുത്തോ എന്നുള്ളത് പിന്നെ പരോക്ഷമായി സൂചിപ്പിക്കുകയാണ്. അതൊക്കെ സ്വാഭാവികമല്ലേ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതായത് തൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിത്തരുന്ന, തൻ്റെ അഭിരുചികൾക്ക് വഴങ്ങിത്തരുന്ന ആളുകൾ മറ്റ് പെൺകുട്ടികളെടുത്ത് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു ബാർട്ടർ സമ്പ്രദായം, അതാണ്. നിങ്ങൾ അവരെടുത്തത് ആയിക്കോ, അതിന് വേണ്ട സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്തു തരാം, എൻ്റെ താല്പര്യങ്ങൾക്ക് നിങ്ങൾ നിന്ന് തരിക, അത്രയേ ഉള്ളൂ. അതാണ് ശോഭയുടെ കാര്യത്തിലും രാഹുലിൻ്റെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ബോധ്യമാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. ഇല്ലാതെ എന്ത് ബന്ധമുള്ളത്? ഇല്ലെങ്കിൽ സംഘടനയ്ക്കകത്ത് പിന്നെ ഒപ്പം പിന്നെ താൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തൻ്റെ കൂടെ സഹഭാരവാഹിയായ സംസ്ഥാന സെക്രട്ടറി ആയ ഒരു പെൺകുട്ടിക്ക് മോശപ്പെട്ട അനുഭവം, അങ്ങനെ ഒരാൾ ഒരു പിന്നെ അതേപോലെ അതേ പദവിയിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അതേ ജില്ലയിൽ നിന്നുള്ള ആളിൽ നിന്ന് പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള പിന്നെ ഒരു ബാറ്റ് ടച്ച് ഉണ്ടാകുമ്പോൾ, ഒരു കയ്യേറ്റം ഉണ്ടാകുമ്പം അതിനെതിരെ മിണ്ടാതിരിക്കണം വേണ്ടേ? ഏറ്റവും കുറച്ചതിന് വലിയ നടപടി എടുക്കണമെന്നില്ല. രണ്ടുപേരെയും വിളിച്ച് തെറ്റിയത് നീ ചെയ്തത് തമ്മാടത്തിലാണ്, മേലാളെ ചെയ്യരുതെന്നെങ്കിലും പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല. അതിന് ആ കുട്ടിക്ക് വിഷമമുണ്ട്. പിന്നെ പലരുടെ അടുത്തും അത് വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പരാതി ഔദ്യോഗികമായിട്ട് കൊടുത്തത് ഈ മോർഫിങ്ങിന്റെ വിഷയത്തിലാണ്. കാരണം അത് വല്ലാതെ മാനഹാനി ഉണ്ടാക്കിയല്ലോ. ആൾക്കാരെടുത്ത് മുഴുവൻ സ്പ്രെഡ് ചെയ്യുക. എത്ര പേരെടുത്ത് വിളിച്ചു ചോദിക്കുന്നവരെടുത്ത് പറയാൻ ഞാനല്ല എന്നുള്ളത് പറയാം. പക്ഷെ അവൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് അവൾ കേസുമായിട്ട് മുന്നോട്ട് പോകണേ. ഇല്ലെങ്കിൽ മെല്ലെ ഒതുങ്ങിപ്പോയിക്കോട്ടെ, അതങ്ങ് ഒതുങ്ങിപ്പോയിക്കോട്ടെ, കെട്ടടങ്ങിക്കോട്ടെ എന്ന് കരുതും. അത് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ നിൽക്കില്ല. യഥാർത്ഥത്തിൽ പിന്നെ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മെല്ലെ അതടങ്ങി ഇങ്ങനെ ഇപ്പം പിന്നെ രാഹുൽ പ്രതികരിക്കാത്ത പോലെ അങ്ങനെ അങ്ങ് പോയിക്കോളും, മിണ്ടാണ്ടിരിക്കും. അതേസമയം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന 100% ബോധ്യമുള്ളതുകൊണ്ടാണ് കുട്ടി പോരാട്ടത്തിന് തയ്യാറായത് വാണി. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ഈ പരാതി വന്നിട്ട് പിന്നെ പരാതി കൊടുത്തു, പിന്നീട് ഈ പിന്നെ ആദ്യം പരാതി റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തു, പിന്നെ മെയിൽ വഴി പരാതി കൊടുത്തിട്ടുണ്ട്. മെയിൽ വഴി കൊടുത്തിട്ടുള്ള റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ വളരെ മുമ്പായിട്ടോ. അത് കെ സുധാകരനാണ്, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് കെ സുധാകരൻ സാർ മുമ്പാകെ ഇതാ എഴുതി കൊടുത്ത പരാതിയാണ്. ആ പരാതിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് കെ സുധാകരൻ സാർ മുമ്പാകെ വാണി പ്രയാഗ് ബ്രാക്കറ്റിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബോധിപ്പിക്കുന്ന പരാതി. സർ, ഇന്ന് സോഷ്യൽ മീഡിയകൾ വഴിയും ചില സുഹൃത്തുക്കൾ വഴിയും മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശോഭ സുബിനെ തൃശൂർ DCC ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതായി അറിയാൻ കഴിഞ്ഞു. കേരളത്തിലെ ആദ്യ യൂത്ത് കോൺഗ്രസ് വനിതാ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഇനിയും 30ഓളം പാർട്ടി കേസുകൾ നിലവിലുള്ള വ്യക്തിയുമാണ്. ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട്, സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് 10-30 കേസുണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റായിട്ട് ഒരു വനിത വരുന്നത്. അത് ഈ വാണി പ്രയാഗാണ്. ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്താണ് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് ശോഭാ സുബിൻ എന്ന വ്യക്തി പോയല്ലോ എൻ്റെ കുടുംബജീവിതവും രാഷ്ട്രീയ ഭാവിയും തകർത്തുകൊണ്ട് എൻ്റെ അശ്ലീല ദൃശ്യങ്ങൾ പേരും പദവിയും ചേർത്ത് വെച്ച് പിന്നെ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത്. ഇതിൻ്റെ പേരിൽ മതിലകം പോലീസിൽ 168/22 എന്ന നമ്പറിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും തുടർന്ന് മജിസ്ട്രേറ്റ് മുമ്പാകെ 164 മൊഴി കൊടുത്തിട്ടുള്ളതും ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ പരിധിയിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലുമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും വലുത് സ്വന്തം മാനവും കുടുംബവുമാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എനിക്കിതെല്ലാം നഷ്ടമായി. കഴിഞ്ഞ 2 വർഷക്കാലമായി മാനസികമായി തകർന്ന ഞാൻ പ്രവാസ ജീവിതം നയിക്കുകയാണ്. എന്തായിരുന്നു ഈ പ്രസ്ഥാനത്തിനോട് ഞാൻ ചെയ്ത തെറ്റ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.
ശോഭാ സുബിനാണ് എൻ്റെ ജീവിതവും രാഷ്ട്രീയ ഭാവിയും നശിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീയോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത കാണിച്ചത് എന്നതിന് എൻ്റെ പക്കൽ വ്യക്തമായ തെളിവുകളുണ്ട്. അതിൽ ചിലത് പോലീസിന് കൈമാറുകയും മറ്റു ചിലത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരുന്നത് ആയതിനാൽ എൻ്റെ പക്കൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും ആത്മഹത്യയുടെ വക്ക് വരെ എത്തിയിട്ടും ഇന്നും ഒരു പൊതു ഇടത്തിലും എൻ്റെ പ്രസ്ഥാനത്തിനെതിരെ എനിക്ക് കിട്ടാത്ത നീതിയുടെ പേരിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനിയും ഞാൻ അത് ആഗ്രഹിക്കുന്നുമില്ല. ആയതിനാൽ അങ്ങയുടെ മകളുടെ പ്രായം മാത്രമുള്ള എനിക്ക് ഈ സമൂഹത്തിൽ ഇനിയും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതിനു വേണ്ടി ശോഭാ സുബിൻ എന്ന വ്യക്തിയുടെ പേരിൽ വേണ്ട നടപടി എടുത്തുകൊണ്ട് ഈ വ്യക്തിയെ, ഇതിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയെ കണക്കാക്കി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. FIRന്റെ കോപ്പി കൂടി അതിൽ വെക്കുന്നു എന്ന് കാണിച്ചിട്ടുണ്ട് എന്ന് വാണി പ്രയാഗ് അവളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. MM ഹസൻ KPCC ആക്ടിംഗ് പ്രസിഡന്റ്, അദ്ദേഹത്തിന് അത് CC ചെയ്തിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഇവർ പിന്നീട് മെയിൽ വഴി കൊടുക്കുന്നുണ്ട്. മെയിൽ വഴി കൊടുക്കുന്നത് ഇതാ, വാണി പ്രയാഗ് K സുധാകരന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ കോപ്പി കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. CC2 ഏറ്റവും അടിയിൽ കോപ്പി ആർക്കൊക്കെ ചെയ്തതെന്നുള്ളത്. TN പ്രതാപൻ KPCC വർക്കിംഗ് പ്രസിഡന്റ്, M ലിജു സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, VK ശ്രീകണ്ഠൻ DCC പ്രസിഡന്റ് തൃശ്ശൂർ, അന്ന് എനിക്കറിയില്ല അങ്ങനെ ആയിരുന്നു എന്നുള്ളത്, AP അനിൽകുമാർ MLA, ഇത്രയും പേർക്ക് കോപ്പി കൊടുത്തിട്ടുണ്ട്. അതിൽ ആ മെയിലിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2024 ആഗസ്റ്റ് മാസം 30-ാം തീയതി, ഒരു വർഷം കഴിഞ്ഞ് മെയിൽ അയച്ചിട്ട്, ഒരു വർഷം ഒരു മാസവും കഴിഞ്ഞ് നാളെല്ലാവന്മാർക്ക് നടപടി എടുക്കാൻ, എന്നിട്ട് സ്ത്രീ സംരക്ഷണം നടത്തുക അവർ. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് K സുധാകരൻ സാർ മുമ്പാകെ വാണി പ്രയാഗ് മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ബോധിപ്പിക്കുന്ന പരാതി. സാർ അത് ടൈപ്പ് ചെയ്തിട്ടാട്ടോ പരാതി പോയിട്ടുള്ളത്, മെയിലാണല്ലോ. മറ്റേത് കൈപ്പടയിൽ എഴുതി കൊടുത്തതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇടതുപക്ഷത്തിന്റെ ശ്രീനാരായണപുരം എന്ന ചെങ്കോട്ടയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി സംസ്ഥാന സെക്രട്ടറി വരെയായി പ്രവർത്തിക്കാൻ എൻ്റെ പ്രസ്ഥാനം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ആ ചുമതല കൃത്യമായി നിർവഹിച്ചു എന്ന ബോധ്യവും എനിക്കുണ്ട്. ഏകദേശം 3 വർഷക്കാലമായി ഈ പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്നൊരൊറ്റ കുറ്റത്തിന്മേൽ ഞാൻ നേരിട്ട മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ചെറുതല്ല. അതിൻ്റെ വ്യാപ്തിയിൽ ഞാൻ മറുനാട്ടിൽ എൻ്റെ കുഞ്ഞിനെ പോലും കാണാൻ കഴിയാതെ പ്രവാസ ജീവിതം നയിക്കുകയാണ്. ഒരു പെണ്ണിനോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത. പെങ്ങളെപ്പോലെ കാണേണ്ടവൻ സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എൻ്റെ അശ്ലീല ഫേക്ക് വീഡിയോ നിർമ്മിച്ച് പേരും പദവിയും ചേർത്തെഴുതി പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ച് എന്നെ ആത്മഹത്യയുടെ വക്കുവരെ എത്തിച്ചിട്ടും ഇതെല്ലാം ബോധ്യപ്പെട്ട് എൻ്റെ പരാതിയിൽ മതിലകം പോലീസ് FIR ഇട്ട് 168/22 എന്ന നമ്പറിൽ കേസെടുത്തിട്ടും ഈ പാർട്ടി ഇതുവരെ ഞാൻ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. ഇതിന്മേൽ കഴിഞ്ഞ 2024 മാർച്ച് 22 മുതൽ അങ്ങേക്കും മറ്റ് നേതൃത്വത്തിനും നിരവധി പരാതികളുമായി നേരിട്ടും മെയിൽ മുഖേനയും ബന്ധപ്പെട്ടിട്ടും ഇന്ന് വരെ ഒരു നടപടിയും എൻ്റെ കേസിൽ പ്രതിയായിട്ടുള്ള ശോഭാ സുബിനെതിരെ ഈ പാർട്ടി നേതൃത്വം എടുത്തിട്ടില്ല എന്നത് എൻ്റെ സ്ത്രീത്വത്തെ അയാൾ അപമാനിച്ചതിന് ഈ പാർട്ടിയും മൗനസമ്മതം നൽകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു. കുറച്ചുകൂടെ രൂക്ഷമായിട്ടുണ്ട് നിലപാട്. ഇനി പരസ്യമായിട്ട് പ്രതികരിക്കേണ്ടി വന്നാൽ പരസ്യമായിട്ട് പ്രതികരിക്കും. പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവർ പാർട്ടിയോട് സ്നേഹം കൊണ്ട് എത്രയും കാലം എൻ്റെ പാർട്ടി അഭിമാനിതരാവരുത്, പാർട്ടിക്ക് ക്ഷതം സംഭവിക്കരുത് എന്ന് ചിന്തിച്ചിട്ടാണ് അവർ ഇത്രയും കാലം ഒരു പരാതിയായിട്ട് പോകാതിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയാൻ അവർക്ക് അർഹതയുള്ളത്? ഇത് DYFIയിലോ SFIയിലൊക്കെ, ഞാനൊക്കെ SFIയിലും DYFIയിലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ കലോത്സവങ്ങൾക്ക് ഒരു പെൺകുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് അവരുടെ രക്ഷിതാക്കളല്ല വരുന്നത്, നമ്മളെ കൂടെ വരുന്നത്. 2 ദിവസത്തേക്ക് കലോത്സവത്തിന് 2-3 ദിവസം ക്യാമ്പുകൾക്ക് വരുന്നത്, നാഷണൽ സർവീസ് സ്കില്ലിന്റെ ക്യാമ്പുകൾക്ക് വരുന്നത് രക്ഷിതാക്കളെ കൊണ്ടല്ല വരണേ. യുവമോർച്ചയിൽ അങ്ങനെയല്ലേ, DYFIയിൽ അങ്ങനെയല്ലേ, SFIയിൽ അങ്ങനെയല്ലേ, AVPയിൽ അങ്ങനെയല്ലേ, MSFിൽ അങ്ങനെയല്ലേ? ഒരു കാലത്ത് യാഥാസ്ഥിതികരെന്ന് പറഞ്ഞിരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് അത്രയും മിടുക്കരായിട്ടുള്ള പെൺകുട്ടികൾ വരുന്നു. അവരെ പൊന്നുപോലെയല്ലേ ഒരു കൊണ്ടെടുക്കണേ. അവർ ഗൾഫിൽ KMCസിയുടെ പരിപാടിക്ക് പോകുമ്പം ഉമ്മാനെയും പാപ്പാനെയും ഭർത്താവിനെയും ഒന്നും കൊണ്ടൊന്നല്ല പലപ്പോഴും പോണേ. അവരൊറ്റയ്ക്ക് പോകും, അവരെ കൊണ്ട് സുരക്ഷിതരായിട്ട് കൊണ്ട് നടക്കുന്നില്ലേ? അങ്ങനെ കാണണ്ടേ? സഹപ്രവർത്തകർക്കിടെ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. MP രാജേഷും നിനിത കണിച്ചേരിയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പ്രണയിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. രാജ്യസഭ MP റഹീം
DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, റഹീമും അമൃതയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ. അന്തരിച്ച PT തോമസും ഉമാ തോമസും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ. വയലാർ രവിയും മേഴ്സി രവിയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ. അങ്ങനെ സംഘടനകത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ച് ജാതി മതവും നോക്കാതെ വിവാഹം കഴിച്ചവരെ നൂറുകണക്കിന് ആൾക്കാർ നമുക്കുണ്ട്. അതാവാം. പക്ഷേ അല്ലാത്തവർ പിന്നെ സഹോദരിമാരായിട്ടാണ് കാണണ്ടേ, സുഹൃത്തുക്കളായിട്ടാണ് കാണണ്ടേ. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കാണുണ്ടാവണ്ടേ. അവിടെയാണ് ഇവർ പിന്നെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഇടതുപക്ഷ MLA-മാർക്കെതിരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്ത്രീകളുടെ നീതിക്കായി തെരുവുകൾ തോറും എന്റെ പ്രസ്ഥാനം പ്രതിഷേധങ്ങൾ തീർക്കുമ്പോൾ, സിനിമയായിട്ട് ബന്ധപ്പെട്ട വിഷയം, മുകേഷിലേക്ക് വിഷയം തീർക്കുമ്പോൾ, ഇതേ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ 3 വർഷമായി നീതി ലഭിക്കാത്ത ഒരുവളായി ഞാൻ മാറുകയാണ്. ആദ്യം അവനവന്റെ കണ്ണിലെ കോലെടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കരടെടുത്ത് കളയടാ. നാണല്ലാത്ത കോൺഗ്രസ്സുകാരെ. നാണുള്ളവരെല്ലാം ഒരുപാട് പേരുണ്ട്, അവരോടുള്ള ബഹുമാനത്തോടുകൂടി പറയാം. ഇനിയും പ്രതികരിക്കാതിരിക്കാൻ എൻ്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. എൻ്റെ പരാതിയിന്മേലുള്ള അന്വേഷണം ഇനിയും വലിച്ചു നീട്ടുകയാണെങ്കിൽ എൻ്റെ രീതിയിൽ പ്രതികരിക്കാൻ ഞാൻ തയ്യാറാകേണ്ടി വരും. നേതൃത്വത്തിൽ ഇരിക്കുന്നവരടക്കം ഉള്ളവർ എന്നോട് ചെയ്ത നീതികേടുകൾ എനിക്ക് ഈ സമൂഹത്തോട് തുറന്നു പറയേണ്ടി വരും. അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നെ തള്ളിവിടാതെ ഈ പ്രസ്ഥാനം എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഈ നിമിഷവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കോപ്പി ചെയ്തിരിക്കുന്ന TN പ്രതാപൻ, M ലിജു, VK ശ്രീകണ്ഠൻ, AP അനിൽകുമാർ MLA. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടണമെന്നുള്ളത്, എന്ത് തോന്നിയാസം ചെയ്യണമെന്നുള്ളത്. 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള പെൺകുട്ടി വിടാതെ പിന്നെ പുറകെ കൂടെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവനെ പോലുള്ളവരൊന്നും രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പാടില്ലാന്നേ. മതിലകം പാർട്ടി ഓഫീസിൽ വെച്ച് പെൺകുട്ടിയോട് പിന്നെ അതും ഒരേ പദവിയിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഒരുമിച്ച് ഒരേ പദവിയിൽ നിൽക്കുന്ന ഒരേ ജില്ലയിൽ നിന്നുള്ള 2 പേര് പിന്നെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് പോകുമ്പോൾ ആൾക്കാരില്ലാത്ത നേരം നോക്കിയിട്ട് കയറി പിടിക്കുക. എന്നിട്ട് അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും അവൾ അവനോടൊപ്പം ഒറ്റയ്ക്ക് മറ്റാരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിരിക്കുക, പൊതുവേദികളിലോ ബാക്കിയുള്ളിടത്തോ അല്ലാതെ പിന്നെ ഒരു കൂടെ യാത്ര ചെയ്യാനോ ബാക്കിയുള്ളതിനോ ഒന്നിനും പോകാതിരിക്കാനോ പെൺകുട്ടി പിന്നെ ശ്രമിച്ചിട്ടുണ്ട്. പൊതുവേദികളിൽ മാത്രമേ ഉള്ളൂ, സ്വകാര്യമായൊരു സംഭാഷണത്തിന് നിന്നിട്ടില്ല. ഒരു മെസ്സേജ് വഴി പോലും കോൺടാക്ട് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടില്ല പേഴ്സണലായിട്ട്. കാരണം അവനെ ദൂരത്ത് നിർത്തേണ്ടവനാണെന്നുള്ളത് ബോധ്യപ്പെട്ടു. മറ്റ് ചില പെൺകുട്ടികൾക്ക് ആ സൂചന കൊടുക്കുകയും ചെയ്തു, സൂക്ഷിക്കണം കേട്ടോ എന്നുള്ളത്. ആളുടെ സ്വഭാവം അറിയുന്നുണ്ട്. വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് വഴങ്ങി കൊടുത്താൽ രാഷ്ട്രീയത്തിൽ ഉയരത്തിലേക്ക് പോകായിരുന്നു. ഇവന് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് ഷാഫി കേൾക്കും. കാരണം ഷാഫി ഇവൻ അഡിക്റ്റാണ്, ഷാഫി രാഹുലിന് അഡിക്റ്റാണ്. അപ്പം അവരുടെ കോഴിത്തരത്തിന് പിന്നെ അനുസരിച്ച് വഴങ്ങി കൊടുക്കുന്നവർ, കാരണം അവർ തിരിച്ച് ഇവർ പല ഫേവറും ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ പേരിൽ അവർ പിന്നെ ശുപാർശ ചെയ്യുമ്പം ഇവൾക്ക് മുകളിലേക്ക് ഈ കുട്ടിക്ക് പോകായിരുന്നു. അങ്ങനെ സ്വന്തം ശരീരം വിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നും ആവേണ്ടതില്ല എന്ന് തീരുമാനിച്ച അഭിമാനബോധമുള്ള പെൺകുട്ടിയോടൊപ്പം ഞാൻ നിൽക്കണേ. ആലോചിച്ച് നോക്ക്. കോൺഗ്രസ്സുകാർ പിന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഈ വിഷയത്തിനകത്ത് ഏറ്റവും അവസാനം പിന്നെ ഇവളുടെ ഈ പരാതിയിന്മേൽ ഇവർ പിന്നെ ഇത് ആദ്യം അന്വേഷിച്ചത് ഷുക്കൂറാണ്. ഷുക്കൂർ പിന്നെ ഈ വിഷയത്തിൽ ആദ്യം അന്വേഷണം നടത്തി. പിന്നെ നമ്മൾ ആലപ്പുഴ DCC പ്രസിഡന്റൊക്കെ ആയിരുന്ന എ ഷുക്കൂർ പിന്നെ അന്വേഷണം നടത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ KPCC നിർദ്ദേശപ്രകാരം വീഡിയോ കോളിലാണ് അദ്ദേഹം മൊഴിയെടുക്കുന്നത്. മൊഴിയെടുത്തതിന് ശേഷം പിന്നീട് DCCക്ക് നിന്ന് മഹിളാ കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റൊക്കെ ഉൾപ്പെടെയുള്ളവർ അവരും മൊഴിയെടുക്കുന്നു ഓൺലൈനായിട്ട്. പക്ഷേ പിന്നീട് അതിൽ ആക്ഷൻ ഉണ്ടാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പരാതി കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ ഇല്ലാതെ വരുമ്പോൾ സണ്ണി വക്കീലിനെ വിളിക്കുന്നു നിരന്തരമായിട്ട്. സണ്ണി വക്കീലിനെ വിളിച്ചിട്ട് സണ്ണി വക്കീൽ പ്രസിഡന്റ് ആയ ശേഷം സണ്ണി വക്കീലിനെ വിളിച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല. അപ്പം കിട്ടിയില്ല, കണ്ടില്ല, കേട്ടില്ല. അയാൾക്ക് പെൺമക്കളില്ലേ? നാണമില്ലാത്തവൻ. അയാൾക്ക് പെൺമക്കളില്ലേ? സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മക്കളെ പ്രായമുള്ള പിന്നെ പെൺകുട്ടികളോട് സ്വന്തം അവരുടെ മുഖത്ത് സ്വന്തം പെൺമക്കളെ കാണാൻ കഴിയാത്തവൻ പിന്നെ എന്ത് നേതാവാ? പിന്നെ എന്ത് KPCC പ്രസിഡന്റാ? പിന്നെ എന്ത് ഈ ആണെന്ന് പറയേണ്ടത്? തെറിയ പറയണ്ടേ? അഭിനയിക്കുന്ന ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് കോടികൾക്ക് കൂട്ടു നിൽക്കുക. ഈ തെമ്മാടികളൊക്കെ അവൻ്റെയൊക്കെ വീട്ടിലുള്ള ഒരുത്തനെ അനുഭവിച്ചല്ലോ. അവർ സ്വന്തം പിന്നെ മോളെ തന്നെ കൊണ്ടുപോയിട്ടും ശരിയാക്കിയല്ലോ. എന്നിട്ട് KPCC ഓഫീസിൽ പോയിട്ട് ഇന്ദിരാഭവനിൽ പോയിട്ട് ഞാനിപ്പോൾ അണ്ടർവെയർ മാത്രം കൊടുത്തുകൊണ്ട് മുണ്ടൂരിട്ട് ഞാനിപ്പോൾ ഇവിടെ തൂങ്ങി ചാവെന്ന് പറഞ്ഞപ്പോൾ കെട്ടിച്ചു കൊടുക്കാൻ തന്നെ. പിന്നീട് ഇപ്പം എന്തായാലും അത് നടക്കില്ല എന്നുള്ളത് ബോധ്യമായി. കാരണം അങ്ങനെ കെട്ടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ അന്തപുരം പണിയേണ്ടി വരും. കാസർഗോഡ് തൊട്ട് പിന്നെ മഞ്ചേശ്വരം തൊട്ട്
നമ്മുടെ പാറശാല വരെയുള്ള എല്ലാ മണ്ഡലത്തിൽ നിന്ന് ഓരോരുത്തരെ കൊണ്ടു കെട്ടി നിർത്തേണ്ടി വരും, കെട്ടിച്ച് പിന്നെ താമസിപ്പിക്കേണ്ടി വരും, പല രാജാക്കന്മാരുടെ കാലത്തുള്ള പോലെ. അപ്പം ഇയാൾക്ക് 2 പെമ്മക്കളില്ലേ, എന്നിട്ട് ഈ തെമ്മാടിത്തരത്തിന് കൂട്ടി നിൽക്കുക, അറിഞ്ഞില്ല കേട്ടില്ല പറഞ്ഞില്ല, പിന്നെ എന്തിനാണ് താൻ ആ സ്ഥാനത്തിരിക്കുന്നത്? നാണോ ഇല്ലടാ കൂടെ? ഇത് കേട്ടിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. കാരണം ഇവള് KPCC യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കമ്മിറ്റിക്കകത്ത് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, പ്രസിഡന്റായിട്ട് ഷാഫി ഉണ്ട്, ശബരി വൈസ് പ്രസിഡന്റ് ഉണ്ട്. ശബരിക്കെതിരെ ശബരിക്ക് സംസാരിക്കാൻ വേദി കൊടുക്കില്ലായിരുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളത്, പറഞ്ഞു കേട്ടതാ. വീണാസ് നായരുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളൊക്കെ ഭയങ്കര താല്പര്യമാണ്, അങ്ങനെ ഒലിപ്പിച്ച് ചെല്ലും കുറേ എണ്ണം വൈനോക്കികൾ. അവിടെ പിന്നെ ജയസഖിൽ പിന്നെ പോലെയുള്ള ഒരു മാന്യതയില്ലാത്ത പ്രവർത്തനത്തിന് പോകുന്നില്ലല്ലോ. BR ഷഫീറിനെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടിട്ടില്ലല്ലോ. കണ്ണൂരിൽ നിന്നുള്ള റോബർട്ടിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. പറയുമ്പോൾ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണെങ്കിലും റിയാസ് മുക്കോളിയെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഒക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ. ഹരിത ബാബു കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നല്ലേ. ഈ തെമ്മാടിത്തരം കാണിക്കണം വേണ്ട. പാർട്ടിയോടുള്ള സ്നേഹം മനസ്സ് സൂക്ഷിച്ചിട്ടാണ് ഈ പെൺകുട്ടി ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവർ നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ പിന്നെ ക്ലച്ച് പിടിക്കാൻ പോണില്ല. ബാക്കിയുള്ളത് ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഇനി ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാർച്ച് മാസത്തെ വരെ കാത്തിരിക്കും നിങ്ങൾ ആവേശം കൂടല്ലേ. ഇവരെ ഫാൻസ് വന്നിട്ട് ആവേശം ഇപ്പൊ പൊട്ടിക്കുന്ന പറയണേ. ഈ തേങ്ങ ഉടയ്ക്കാൻ സമയമാകുമ്പോൾ സ്വാമി ഉടയ്ക്കും, സംശയമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇതൊക്കെ നിർത്തി അടങ്ങി ഒതുങ്ങി നിൽക്കട്ടെ. അത് ബോധ്യപ്പെടണം, കൺവിൻസഡ് ആവണം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. മാക്സിമം അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം പെൺകുട്ടി അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. അങ്ങനെയുള്ളവരെ പേടിക്കുക തന്നെ വേണം. ആലോചിച്ച് നോക്കണം. ആ പിന്നെ വാണി പ്രയാഗിന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ് കുട്ടി ഈ വിഷയം റീഓപ്പൺ ചെയ്യുന്നത്. വാണി പ്രയാഗ് ഇല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെങ്കിലും മെല്ലെ പിന്നെ ഒതുങ്ങിപ്പോവുകയാണെങ്കിൽ ഒതുങ്ങിപ്പോട്ടെ. ഇനിയിപ്പോൾ ഈ 3 വർഷത്തിന് ശേഷം ആൾക്കാർ മറന്ന കാര്യം വീണ്ടും എടുത്ത് പുറത്തിട്ടുണ്ടെന്ന് ചിന്തിക്കുകയുള്ളൂ. അത് സാമാന്യ യുക്തിയാണ്. അങ്ങനെയല്ല, ഇതിനകത്ത് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് പെൺകുട്ടിയുടെ പിന്നെ തീരുമാനം. അതിൽ വാണിയുടെ കൂടെ ആ ഫൈറ്റിൽ അങ്ങേയറ്റം വരെ കൂടെ നിൽക്കാനാണ് എൻ്റെയും തീരുമാനം. കേരളത്തിലെ പൊതുസമൂഹത്തോട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പെൺമക്കളുള്ള സഹോദരിമാരുള്ള എല്ലാ ആളുകളോടും എല്ലാ മനുഷ്യരോടും എനിക്ക് പറയാനുള്ളത്, അതിൽ രാഷ്ട്രീയം നോക്കരുത്, മതം നോക്കരുത്, ഒന്നും നോക്കരുത്. ഇത്തരം അനുഭവം നാളെ ഏത് പാർട്ടിയിലും ഏത് മതത്തിലും ഏത് പെൺകുട്ടിക്കും ഏത് ആൺകുട്ടിക്കും ആണെങ്കിലും ഉണ്ടാവരുത്. പോക്സോ കേസിൽ പെടുത്തിയിട്ടുള്ള വേറൊരാളുടെ കള്ളക്കേസിൽ പെടുത്തിയിട്ടുള്ള വേറൊരാളുടെ കഥയായിട്ട് അടുത്ത ദിവസം ഞാൻ വരും. കള്ളക്കേസിൽ കൊടുക്കുക ആണുങ്ങളെയാണെങ്കിൽ. പെൺകുട്ടികളാണെങ്കിൽ അവരെക്കുറിച്ച് പിന്നെ അപവാദം പ്രചരിപ്പിക്കുക, കിടന്നു കൊടുക്കാൻ പറയുക. മാത്രമല്ല, മതിലകം പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് അവൻ ബലപ്രയോഗം നടത്താൻ ശ്രമിച്ചു. അതിന് ആ പെൺകുട്ടിയെ ഷാർപ്പായിട്ട് നിർത്തി പ്രതിരോധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് DCC ഓഫീസിൽ വെച്ച് പിന്നെ ഒരു പ്രാവശ്യം അവൻ സംസാരിച്ചു, മുതിർന്ന ഒരു നേതാവുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട്. അയാളുടെ ഒന്നും കൊണ്ടു കടന്നിട്ട് കാര്യമില്ല, എന്നെ കിടക്കൊന്ന് പരിഗണിച്ചാലേ നിനക്കൊക്കെ നേതാവാകാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? അങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് നേതാവാകണ്ടെന്ന് ആ പെൺകുട്ടിയും തീരുമാനിച്ചു. സൊസൈറ്റി ഇപ്പോൾ അവനുടെ കാര്യം നോക്കി നിൽക്കുക. ആർക്കാ നഷ്ടം? ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും പോരാട്ട വീര്യമുള്ള ഒരു പെൺകുട്ടി അത് UDF അല്ലയോ പിന്നെ യൂത്ത് കോൺഗ്രസിന് പകരം DYFിലോ അല്ലെങ്കിൽ ഈ പിന്നെ യുവമോർച്ചയിലോ അല്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗിലോ ആയിരുന്നെങ്കിൽ ആ കുട്ടിയെ അവരെങ്ങനെ കൊണ്ടു നടക്കും, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും, എങ്ങനെ ഉപയോഗിക്കും സംഘടനാപരമായിട്ട്? അതെങ്കിലും ആലോചിക്കണ്ടേ ഇവര്? കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ വിശദാംശങ്ങൾ കൂടുതൽ പറയും. എന്തായിരുന്നാലും കാരണം 48 മിനിറ്റായി. നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കലാണ്. അപ്പം ഞാൻ പറയുന്നു, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ സംഘടനയുടെ ചുമതലയേറ്റെടുത്തതിന് ശേഷം ഇത്തരം കാര്യങ്ങൾക്ക് പരാതിയുമായിട്ട് വരുന്ന പെൺകുട്ടികളുടെ പരാതികൾ പരിഗണിക്കാതിരിക്കുകയും അവരെ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഈ ഷാഫിയുടെയും രാഹുലിൻ്റെയും ഒക്കെ കൂടെ സെൽഫി എടുക്കാൻ പോകുന്ന ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ചില ദാരിദ്ര്യങ്ങളുടെ ഭാഗമായിട്ടാ. അങ്ങനെ ഉണ്ടല്ലോ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാതെ അത് വിശപ്പിൻ്റെ ദാരിദ്ര്യം, അല്ലാതെ വേറെ ദാരിദ്ര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ദാരിദ്ര്യമുള്ളവർ അതിന് പോട്ടെ, അങ്ങനെ പോയിട്ട് ഫോട്ടോ എടുക്കട്ടെ, വേദി പങ്കിടട്ടെ എന്ന് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസിച്ചുകൊണ്ട്. പക്ഷേ ചില പിന്നെ മുൻകരുതലുകളൊക്കെ എടുക്കണം, എന്നുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. കാരണം ഇനിയിപ്പം എനിക്ക് എന്നെ പ്രത്യേകിച്ചും ഈ അറിയാലോ, അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ ഇന്നിപ്പം മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ എടുത്തിട്ട് വേണം അതിന് പോകാൻ. നിങ്ങളുടെ ദാരിദ്ര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവർ തന്നോളും. അത് നിങ്ങൾ പിന്നെ
നിങ്ങൾക്ക് അതിന് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത് തെറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഇത്തരം ആവശ്യങ്ങൾക്ക് വഴങ്ങണമെന്ന് പറയുകയും അതാണ് സംഘടനാ ഭാരവാഹിത്വത്തിൽ തുടരാനുള്ള യോഗ്യത എന്ന് നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഏതൊരു പാർട്ടിക്കും അഭിലഷണീയമായ ഒന്നല്ല എന്ന് അടിവരയിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഫോളോ അപ്പ് വരും ദിവസങ്ങൾ ഉണ്ടാവുമെന്നുള്ള മുന്നറിയിപ്പ് നൽകേണ്ടവർക്ക് നൽകിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്.